ഗോൾഡൻ വോയിസിലെ അടുത്ത ഘട്ട മത്സരത്തിലേക്കുള്ള പരിശീലന ക്യാമ്പിലെ ബാക്കി വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ എപ്പിസോഡിലും പങ്കുവയ്ക്കുന്നത്. നാടൻപാട്ട് വിഭാഗത്തിലുള്ള മത്സരത്തിനായി തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് ജനാർദ്ദനൻ പുതുശ്ശേരിയും പ്രമുഖ നാടൻപാട്ട് സംഘമായ താവം ഗ്രാമവേദിയുമാണ്. Hi Siddharth. Hi. എങ്ങനെയുണ്ട് ഫീലിംഗ് ഒക്കെ? ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് എന്താ പറയുക, പേരൻസിൻ്റെ ഡിസിഷനൊക്കെ ചേഞ്ചായി ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. പാരൻസിന്റെ ഡിസിഷൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പാരൻസ് അഗെയിൻസ്റ്റ് ആയിരുന്നോ സിദ്ധാർത്ഥിന്റെ പാട്ട് പാടി? മ്യൂസിക് ഒരു ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യാൻ, അപ്പോൾ ഗോൾഡൻ വോയിസിൽ വന്നതിന് ശേഷം ശരിക്കും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴെന്താണ് പാരൻസിന്റെ മനസ്സിലെ വിചാരം? ലൈക്ക് ദേ വോണ്ട് ടു റെഡി കരിയർ ആയിട്ട് ഒക്കെ? ഈവൻ ദേ ആർ കൺസിഡറിങ് മ്യൂസിക് ആസ് എ ഫുൾ ടൈം തിങ് ഫോർ മീ. ഇത്രയും കൊല്ലം ഒരു ഇതുണ്ടായിരുന്നു, ബട്ട് താങ്ക്സ് ടു ഗോൾഡൻ വോയിസ് ഇപ്പോൾ നല്ല പ്രോസ്പെക്റ്റ് ഉണ്ടെന്ന് ഇപ്പോൾ അവരും. സോ ഇതൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ് സിദ്ധാർത്ഥ്. ഇപ്പം ഇതുപോലെ സിദ്ധാർത്ഥ് പോലത്തെ കണ്ടസ്റ്റൻസിലേക്ക് മ്യൂസിക്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവും, പാരൻസിന് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയല്ലോ സിദ്ധാർത്ഥിൻ്റെ ടാലൻ്റ് ഒക്കെ കാണാൻ വേണ്ടി. വി ആർ സോ ഹാപ്പി ഫോർ യു. ഈവൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. മോർ ദാൻ വിന്നിങ്, ഇറ്റ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ മീ. ഒരുപാട് സിംഗേഴ്സിൽ നിന്ന് എവറി ഡേ പഠിക്കാൻ കിട്ടുന്നുണ്ട്, റൈറ്റ് ഫ്രം മോഡുലേഷൻ ടു വോയിസ് റെസ്റ്റ്. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ അത് വേറെ എവിടെയും പഠിക്കാൻ കിട്ടില്ല. സോ ദാറ്റ് ഈസ് എ വെരി ബിഗ് പ്ലസ് പോയിന്റ്. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ഇസ് എ വെരി ബിഗ് തിങ്. Very good. I'm sure you will do well and wish you all the best to make it a career, Siddharth. Okay, thanks. Hi Rahul. Hi, hello. So, എങ്ങനെയുണ്ട് ഫീലിംഗ്? സെമി ഫൈനലിസ്റ്റ് ആണല്ലോ. അതെ റിയലി എക്സൈറ്റഡ്. രാഹുൽ ഒരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റി ആണെന്ന് ഇപ്പോൾ ഇതുവരെ എല്ലാവർക്കും അറിയാം. എന്തൊക്കെ ഒന്നാലും ഒരിക്കലും പറഞ്ഞോളൂ, എന്തൊക്കെയാണ് രാഹുലിൻ്റെ കേപ്പബിലിറ്റീസ്? ചെണ്ട, പിന്നെ കഥകളി പാട്ടും പാടും, പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ ആയിട്ട് പാട്ടും പാടും. അപ്പോൾ രാഹുൽ എങ്ങനെയുണ്ട് ഫീലിംഗ്? ഒരു ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ മുംബൈയിലെ കണ്ടസ്റ്റൻ്റ് ഒക്കെ ആവും. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഒരു ഏജ് ലിമിറ്റ് ഇല്ലാത്തതും പിന്നെ എല്ലാ ആർട്ടിസ്റ്റിനെയും ഒന്ന് പരിചയപ്പെടാൻ പറ്റിയതിനും വളരെ റിയലി താങ്ക്ഫുൾ ടു അംജി മുംബൈ ആക്ച്വലി. ഇത്രയും ടാലൻറ്റഡ് ആണ്. ഐ മീൻ ലൈക്ക് യു ഹാവ് സോ മെനി ടാലൻറ്റ്സ് ഇൻ യു. അപ്പോൾ വാട്ട് ഈസ് യുവർ ആക്ച്വലി ഫ്യൂച്ചർ പ്ലാൻ? വാട്ട് ഡു യു വാണ്ട് ടു ഡു? I would like to be a composer and also do simultaneous shows around India. Yeah, I'm doing right now. എങ്ങനെ പ്രൊഫഷണലി? Yeah, professional. Yes. In Chenda as well as in music. അതെയോ? ഓ, അപ്പോൾ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആർട്ടിസ്റ്റാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ഷോയിൽ അല്ലേ, ഫസ്റ്റ് റിയാലിറ്റി ഷോയിൽ. Hi Ashwin. Hi. So how is the feeling? Yeah, it's very nice. I'm full. First reality show in Mumbai? Yeah, sure. First Your reality show, it's the first one you're participating? auditions കുറേ കൊടുത്തിട്ടുണ്ട്, പക്ഷേ this is the first one I am got selected. ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു മലയാളം റിയാലിറ്റി ഷോയിൽ ഓഡിഷൻ ചെയ്തത്. സെമി ഫൈനലിസ്റ്റ് ആയാലോ അശ്വിൻ? എങ്ങനെയുണ്ട് ഫീലിംഗ് ഒക്കെ? Very nice. ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും? ടെൻഷൻ ഇല്ല, പക്ഷേ everyone is very good singers. അപ്പോൾ നമുക്ക് ഇത്തിരി എന്താ പറയുക, ഒരു ടെൻഷൻ അല്ല, ടു പെർഫോം ബെറ്റർ ദാൻ അതേഴ്സ്, അങ്ങനെ ഒരു ഇത് മാത്രം. മ്യൂസിക് ഒരു പാഷൻ മാത്രമാണോ അതോ യു വാണ്ട് ടു മേക്ക് എ കരിയർ ഔട്ട് ഓഫ് ഇറ്റ്? കരിയർ ലൈഫ്. ഓ, അപ്പോൾ എങ്ങനെ പ്ലേ ബാക്ക് സിംഗിങ്? Yeah, playback, പ്രൊഡ്യൂസിങ്, music composition. Yeah. Tell us something which you have composed. I mean like just 2 lines. सुन जरा दाना ना 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 ना. അപ്പോൾ ഒരു ഫ്യൂച്ചറിൽ ഒരു കമ്പോസർ സിംഗർ ഒക്കെ ഒരു നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് അശ്വിൻ. ഗോഡ് ബ്ലെസ് യു. രാമചന്ദ്രൻ സർ,
कैसे हैं आप? बस बढ़िया. You are one of the contestants of semi-finals, right? So I'm sure that I can see so much of energy in you. Yes. You're all ready for the semi-finals. Yes, I'm very much ready, and this is one of the only show where there is no age. What do you feel that if ये एज लाइक आपको ऐसा एक चांस मिला पार्टिसिपेट करने के लिए, आपने सोचा भी नहीं होगा कि ऐसा एक कंपटीशन होगा और आपको पार्टिसिपेट करने को मिलेगा. अगर ये कंपटीशन नहीं होता तो आप अपनी वो म्यूज़िक क्रिएटिविटी कैसे सेटिस्फाई करते? जिमखाना है, चेंबूर जिमखाना, मैं वहाँ का मेंबर हूँ. और मेरा जो गाने का शौक़ है, हमारा वहाँ एक कैरोके सेक्शन है. हम चेंबूर जिमखाने के 100-150 मेंबर हम लोग मिलकर एक कैरोके रूम है और वहाँ हम गा लेते हैं. तो हमारा पैशन वहाँ हो जाता है. और कभी कभार कोई फैमिली फंक्शंस में हमको कोई बोलता है कि आप आके गाना गा लीजिए. मुझे केरला से आजकल इतने कॉल आने लगा है, नॉट फ्रॉम माई रिलेटिव्स बट फ्रॉम मेनी अननोन पीपल ऑल्सो, एंड आई एम सो एक्साइटेड. What do you think about the other contestants? कैसा लग रहा है आपको? They are all excellent. They are all excellent. They are all well-trained singers, and I am not that trained singer. I'm a very passionate singer, but then I'm sure I'm going to give them a very tough time. I'm sure that will go a long way, and I can see so much of energy. In fact, the youngsters will get the energy that you are radiating, sir. Really wish you all the best, sir. Thank you. മല്ലിക ചേച്ചി, സെമി ഫൈനൽ റൗണ്ടിൽ എത്തിയല്ലേ? എങ്ങനെയുണ്ട് ഫീലിംഗ്? ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോ മുംബൈയിൽ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ, പ്രത്യേകിച്ചും ഈ ഒരു പരിധി ഇല്ലാത്തുള്ള ഒരു പ്രോഗ്രാം ആയത് വളരെയധികം അന്വേഷണം. ഇതുപോലത്തെ പണ്ടൊക്കെ വല്ല വേദിയിൽ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നോ? ഞാൻ ചെയ്തിട്ടുണ്ട്. രാഗാലയ പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. കുറേ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ ചെയ്യാറുണ്ട്. എനിക്ക് യേശുദാസിൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് പ്രൈസ് ഷൺമുഖാനന്ദ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംചി മുമ്പ് ഇതുപോലത്തെ ഒരു ഷോ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതിൽ ചേച്ചി ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ചേച്ചി ഐ നോ ചേച്ചിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? ചേച്ചിക്ക് എങ്ങനെ ഈ ചെറുപ്പക്കാരുടെ കൂടെയൊക്കെ കമ്പീറ്റ് ചെയ്യും? ഒരു പ്രശ്നമില്ല. ഞാനും കുറച്ചുകൂടി കൊച്ചു കുട്ടിയായിട്ട് മാറുകയാണ്. എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവാണ്. എല്ലാവരും എന്തിനും തയ്യാറാണ്. എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഡിസ്റ്റൻസിൻ്റെ ഇവിടെയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നന്നായിരുന്നു. ഇപ്പോൾ സെമി ഫൈനൽസിന് വേണ്ടി ഫുള്ളി റെഡിയാണ് ചേച്ചി. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ചേച്ചി. Hi Rashmi. Hi. You're a participant. എങ്ങനെയുണ്ട് ഫീലിംഗ് ഒക്കെ? It's amazing. I mean, since I have participated in this, I've been experiencing so many different things. Nadan Patta is one of the best thing I'm actually trying to learn. Okay. Have you sang any time Nadan Patta in the past? Not yet, no. So this is your first experience? First time, yeah. How do you feel? I mean, do you find it very tough or something like that? It is tough, but for this round, I'll be singing a Rajasthani folk song. So that should be kind of unusual, right? Yeah, it is. So what made you select that? Actually, I had prepared a Malayalam song. However, I thought, to make it more colorful,
everybody's singing Malayalam, so I thought maybe I can go with the Rajasthani folk. Singer or something? Yeah, I have been performing shows and I've been performing with my dad. Oh, with your dad? Oh, that's great. അപ്പോൾ സാറ് പാട്ടൊക്കെ പാടുമോ? പാട്ട് പാടും. ഓക്കെ, പ്രൊഫഷണൽ ആയിട്ട് പാടാറുണ്ടോ? ഷോസ് ഒക്കെ ചെയ്യും. ഓക്കെ, എവിടെയാണ് ചെയ്യുന്നത്? ബോംബെയിൽ മാത്രമാണോ? അപ്പോൾ ഇതുപോലത്തെ റിയാലിറ്റി ഷോ സാറിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ലല്ലോ. ഞങ്ങളെ സമയത്തില്ലായിരുന്നത്. തസ്വീരെ ജാനാ है दुनिया उसी की ज़माना उसी का मोहब्बत में जो गया हो किसी का. Thank you so much, sir. That's awesome. I know now you have no choice but to keep up that reputation. You know, you have got a fabulous singing dad. So, Rashmi, wish you all the best. May you do well. Do put in all your efforts, put in all your faith and belief, and emerge a winner. All the best. Hi, Shruti. ഹലോ ഹായ് How are you? ഐ എം ഫൈൻ. ടെൻഷൻ ഒന്നും കണ്ടോ? കണ്ടാ തോന്നില്ല ടെൻഷൻ ഒന്നും ഉണ്ടെന്ന്. ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എല്ലാവരും കൂടി ഫ്രണ്ട്സായി, അപ്പോൾ ടെൻഷനൊക്കെ കുറഞ്ഞു. ഇപ്പം സെമി ഫൈനലിസ്റ്റ് ആണല്ലേ ശ്രുതി? അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട് കോമ്പറ്റീഷനൊക്കെ? ഹെൽത്തി, നല്ല ടഫ് കോമ്പറ്റീഷൻ ആണോ? ടഫ് കോമ്പറ്റീഷനാണ്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്യണം. ഓരോരുത്തരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും അത്രയും നല്ലതായിട്ടാണ് പാടുന്നത്. എല്ലാവരും ഭയങ്കര ടഫ് കോമ്പറ്റീഷനാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആരാ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആരാണ് ടോപ്പിലെത്തുന്നതെന്ന്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. മലയാളം പ്ലസ് രാജസ്ഥാൻ അതിഗംഭീരം. കളറിയും കണ്ടു ഞാനേ, ഗുരുമുഖം കണ്ടു ഞാനേ, ചിതമേറിയ ഗുരുവിൻ്റെ ചമയം കണ്ടേ കുഞ്ഞാരൻ കുഞ്ഞെ അന്നെ നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. റിയൽ ആയിട്ടുള്ള ഫോക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ആദ്യത്തെ ഷോ ആണ് വേണ്ടത്. കൊത്തുമല്ലി വെക്കലൂടെ ഓടുറാലേ ജപ്പാങ്ങുത്ത് ലാലേ ലാലേ ലാലാ ലാലേ 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 ലാലാ ലാലേ. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബോറിവിലി അയ്യപ്പ ക്ഷേത്രത്തിലെ 44ാമത് പ്രതിഷ്ഠാദിന ആഘോഷങ്ങൾ നടന്നു. പുതുതായി പണിയെടുപ്പിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. ബോറിവിലി അയ്യപ്പ ക്ഷേത്രത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടന കർമ്മം MP ഗോപാൽ ഷെട്ടി നിർവഹിച്ചു. ചടങ്ങിൽ വിനോദ് താവ്ഡെ, മനീഷ ചൗധരി, ബീന ദോഷി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്ര ശർമ്മ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു പൂജാവിധികൾ. 250 പേർക്ക് ഇരിക്കാവുന്ന ക്ഷേത്രത്തോട് ചേർന്നുള്ള ഹാളിന്റെ ചെലവ് 1 കോടി രൂപയായിരുന്നുവെന്നും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും വനിതാ വിങ്ങിന്റെയും അശ്രാന്ത പരിശ്രമമാണ് ഈ സാക്ഷാത്കാരത്തിന് സഹായിച്ച ഘടകമെന്നും ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി മുരളി നായർ പറഞ്ഞു. 4 മാസം കൊണ്ട് 1 കോടി രൂപ ചെലവാക്കിയിട്ട് ഈ അമ്പലത്തിലെ ഒരു ഹാള്, 250 ആൾക്ക് ഇരിക്കാവുന്ന ഒരു ഹാള്, ഇതേപോലെ ഞങ്ങൾക്ക് കണ്ടറിയാവുന്ന ഇത്രയും നല്ല സൗകര്യം 4 മാസം കൊണ്ട് തീർത്തു. 1992 പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ മലയാളികളെ കൂടാതെ ഇതര ഭാഷക്കാരും സ്ഥിരം സന്ദർശകരാണ്. രാജ്യത്ത് നടമാടുന്ന അഴിമതിയെ ചെറുക്കാൻ പുതിയ തലമുറ പ്രാപ്തരാകണമെന്നും വിദ്യാഭ്യാസം എന്ന ശക്തമായ ആയുധത്തെ നാടിനെ നന്മയിലേക്ക് നയിക്കുവാൻ വിനിയോഗിക്കണമെന്നും ബോളിവുഡ് താരം ജോൺ എബ്രഹാം കല്യാണിൽ സേക്രഡ് ഹാർട്ട് സ്കൂൾ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജോൺ. കല്യാൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേക്രഡ് ഹാർട്ട് സ്കൂളിന്റെ സാമൂഹിക പ്രതിബദ്ധതയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ബോളിവുഡ് താരം പ്രസംഗം തുടങ്ങിയത്. A big hand to all of you for being such good students and
keeping your place and actually being so disciplined. You know, it's very rare to find this in any school. So I think what you guys have done is fantastic. ലോകത്തെ ഏറ്റവും വലിയ ആയുധം വിദ്യയാണെന്നും ഇതിനെ നാടിന്റെ വികസനത്തിനും അഴിമതി നിർമ്മാർജ്ജനത്തിനുമായി വിനിയോഗിക്കണമെന്നും ജോൺ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. Study hard, okay? When your parents tell you to study hard, they're not stupid. They have a reason to tell you to study hard, because in today's world, the most powerful weapon in the world is your education. You have to make sure that you're honest. Do not bribe anyone. Do not listen to anybody who tells you that corruption is the best way. ഉയർന്ന വിജയശതമാനം മാത്രമല്ല, പാരിസ്ഥിതി സൗഹൃദ സേവനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ഈ മലയാളി സ്ഥാപനത്തെ മുംബൈയിലെ മികച്ച 10 സ്കൂളുകളുടെ പട്ടികയിൽ ഇടം നേടിക്കൊടുത്തത്. വിദ്യാർത്ഥികളുമായി ഹൃദയത്തിന്റെ ഭാഷയിൽ സംവദിച്ച താരം തന്റെ കുട്ടി ആരാധകരെ സംതൃപ്തിപ്പെടുത്താനുള്ള മേമ്പടികളുമായാണ് മടങ്ങിയത്. Promise you this. Give me your names. I'll sign for each and every one of you and I'll give it to you. Yeah. മുംബൈയിലെ റിയാലിറ്റി ഷോ ഗായകർക്ക് ഇനി തിരക്കിന്റെ നാളുകൾ. ഈ ഓണക്കാലത്ത് വിവിധ സമാജങ്ങളുടെ ആഘോഷ പരിപാടികളിലെ താരങ്ങളാണ് മുംബൈയിലെ ആദ്യ മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നഗരത്തിന്റെ സ്വന്തം ഗായകർ. മുംബൈയിലെ മലയാളി സംഘടനകളാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിനായി ഗോൾഡൻ വോയ്സ് ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കായി വേദിയൊരുക്കുന്നത്. കാന്തിവലി സമതാനഗർ മലയാളി സമാജത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് ഒക്ടോബറിൽ. കൂടെ ഓണാഘോഷം കൂടി പദ്ധതിയിട്ടപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെയാണ് ഗോൾഡൻ വോയ്സ് ഗായകരെ അണിനിരത്തി നാടൻ ശീലുകൾക്കായി വേദിയൊരുക്കാൻ സെക്രട്ടറി KP ബാലനും വൈസ് പ്രസിഡന്റ് വിജയകുമാറും ചേർന്ന കമ്മിറ്റി തീരുമാനമെടുത്തത്. കൈരളി TV പ്രോഗ്രാം കണ്ടു, അതിൽ വളരെയധികം ഇഷ്ടപ്പെടുകയും ഈ ചെറിയ കുട്ടികൾ ഇത്ര നല്ല പെർഫോം ചെയ്യുന്നതായി മനസ്സിലാക്കുകയും അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ഈ സമാജത്തിൽ നമ്മളെ ഈ സിൽവർ ജൂബിലിക്ക് ഈ കൈരളി TV ഈ അംജി ബോംബെയുടെ പ്രോഗ്രാം സെലക്ട് ചെയ്തത്. ഇവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം, അതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം. കാരണം ചെറിയ കുട്ടികൾ, വളർന്നു വന്ന കുട്ടികൾക്ക് ഇതൊരു മുതൽക്കൂട്ടാകണം. എന്നാൽ പൻവൽ മലയാളി സമാജത്തിന് ഇത് ഇരട്ടി മധുരമാണ്. ജൂണിൽ നടന്ന നാടൻപാട്ട് മത്സരത്തിന് ഗോൾഡൻ വോയ്സിന് വേദിയൊരുക്കിയ സമാജം ഇത് 2ാം വട്ടമാണ് താവം ഗ്രാമവേദിയുടെ അകമ്പടിയോടെ മുംബൈയിലെ പ്രതിഭകൾക്കായി വീണ്ടും അരങ്ങൊരുക്കുന്നത്. നഗരത്തിലെ കഴിവുള്ള കലാകാരന്മാർ എല്ലാ മേഖലകളിലുമുണ്ടെന്നും ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മലയാളി സമാജങ്ങളുടെ കൂടി കടമയാണെന്നും പൻവൽ മലയാളി സമാജം പ്രസിഡന്റ് TN ഹരിഹരൻ പറഞ്ഞു. TV സംപ്രേഷണം ചെയ്യുന്ന അംജി മുംബൈ ഗോൾഡൻ വോയ്സിൻ്റെ ഗായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യത്തെ ഓണാഘോഷം പൻവൽ മലയാളി സമാജം അവരോടൊപ്പമാണ് ആഘോഷിക്കുന്നത്. മലയാളി സമാജങ്ങൾ നൽകുന്ന അവസരങ്ങൾ ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ് അംജി മുംബൈ റിയാലിറ്റി ഷോയിലെ പ്രായഭേദമില്ലാത്ത ഗായകർ. മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴുള്ള മാനസിക സമ്മർദ്ദമില്ലാതെ അടിച്ചുപൊളിച്ച് പാടാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സെപ്റ്റംബർ 4 പൂനെയിലും, ഒക്ടോബർ 9 പൻവലിലും, ഒക്ടോബർ 23 കാന്തിവലിയിലും, സെപ്റ്റംബർ 14 പാലക്കാട്ടുമാണ് ഇതുവരെ മുംബൈയിലെ ഗായകരുടെ സംഗീത പരിപാടികൾക്കായി വേദികൾ ഒരുങ്ങുന്നത്. കർക്കടക മഴയുടെ ആരവത്തിൽ ഇനിയുള്ള പ്രഭാത സന്ധ്യകൾ മുംബൈയിലെ മലയാളി ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തിന്റെ നാളുകൾ. ഇത് രാമായണ മാസം. കേരളത്തിലെ രാമായണ മാസാചരണം പോലെ ഈ നഗരത്തിലെ മലയാളി ക്ഷേത്രങ്ങളും അയ്യപ്പ സമിതികളും സാമുദായിക സംഘടനാ ഓഫീസുകളും രാമായണ പാരായണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. എല്ലാ കൊല്ലവും നടത്താറുണ്ട്. ഇക്കൊല്ലം ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആധ്യാത്മ രാമായണം മൂലപാരായണമാണ് ഇവിടെ നടന്ന് 3 ദിവസമായിട്ട് നടത്തിയത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി നവി മുംബൈയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാസന്റെ മൂലഗ്രന്ഥ പാരായണവും പ്രഭാഷണവും നടന്നു. കിളിപ്പാട്ടിനാണ് പ്രാധാന്യമെങ്കിലും ഇതിൻ്റെ മൂലഗ്രന്ഥം പലരും കണ്ടിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ മൂലഗ്രന്ഥമുണ്ടോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി എനിക്കത് ലഭിച്ചത്. മൂലഗ്രന്ഥം വായിച്ചപ്പോഴാണ് കിളിപ്പാട്ടിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. ഈ അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകത തന്നെ ഇപ്പോൾ വാൽമീകി രാമായണത്തിലെ രാമനെ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അവലംബിച്ചത് എങ്കിൽ അതല്ല വേണ്ടത്, മനുഷ്യനെ ഈശ്വരനാക്കി മാറ്റുക എന്നുള്ള ആ ഒരു തത്വത്തെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗ്രന്ഥപാരായണം പൊതുവെ സാർവത്രികമല്ല. ഈ ഗ്രന്ഥമാണത്രേ എഴുത്തച്ഛനെ ആധ്യാത്മരാമായണ രചനയ്ക്ക് പ്രേരിപ്പിച്ചത്. പാസോസിയുടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ട്യൂൺ കൈരളിയാണ്.